ഭയങ്കരമായിട്ട് നമ്മളെ ഉടായിപ്പിക്കാൻ നോക്കുന്ന ആൾക്കാരാ. അവിടെ ഇറങ്ങിയിരുന്നെങ്കിൽ നമ്മൾ അവിടെ നിൽക്കുകയുള്ളൂ. അതിലെ ബസ് വരുന്ന ഒരു വഴിയേ അല്ല. ബാക്കിയുള്ള ഇവിടുത്തെ കടയിലെ ആൾക്കാർ, വേറെ ആൾക്കാരെല്ലാം നടന്നു പോകുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കോൾവാലിലേക്ക് പോരാൻ തുടങ്ങിയപ്പോൾ ഒരു സംഭവം ഉണ്ടായി. വൻ തോൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഹായ്, ഹലോ. ഞങ്ങളിപ്പം കോൾവ ബീച്ചിലാണ് കേട്ടോ ഉള്ളത്. ഇന്നലെ ഞങ്ങൾ മറ്റേ പാലോളിം ബീച്ചിൽ പോയായിരുന്നു കേട്ടോ. വൻ തോൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. സൗത്ത് ഗോവ പൊതുവെ എന്നാ പറയുന്നത്, പാലോളിമി ചെന്ന് പെടണേ ഉണ്ടല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഡ്ഗോവിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. അത് 2 വീലർ നമ്മൾ റെന്റിന് എടുക്കാണ്ട് ഒരു കളി നടക്കില്ല. ബസ്സിനാണ് കയറി പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തീർന്നെന്ന് കൂട്ടിയാൽ മതി. അതുപോലെ മഡ്ഗോണിൽ ഇറങ്ങിയിട്ട് വണ്ടി എന്ന് പറഞ്ഞാൽ 600-700 രൂപയൊക്കെയാണ് പറയുന്നത്. അത് ഒരു ദിവസത്തേനായിട്ട് അവർ തരത്തുമില്ല. ചിലർ തരും 800 രൂപ എന്ന് പറയും ഒരു ദിവസത്തേന്. അങ്ങനെ അവർ എന്നാ പറയുന്നത്, ഭയങ്കരമായിട്ട് നമ്മളെ ഉടായിപ്പിക്കാൻ നോക്കുന്ന ആൾക്കാരാ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിൽ. മഡ്ഗോണി വന്നിറങ്ങുക, അവിടുന്ന് പഞ്ചിമിലേക്ക് ബസ് കയറുക, അവിടുന്ന് കലങ്കോട്ടേക്ക് പോവുക. കലങ്കോട്ട് ചെന്ന് കഴിഞ്ഞാൽ 2 വീലറൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലേ, ഈ 400 രൂപയുള്ളൂ. നല്ല ഉഗ്രം വണ്ടി. ഒന്നും ഇവിടെ ഇവരുടെ ഉടായ്പനാന്നറിയോ, ഇവിടെ ഇവർ പ്രൈവറ്റ് വണ്ടി തരും. ഏത് 2 വീലർ പ്രൈവറ്റ് ഇല്ലേ, അത് തരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഇട്ടായോളം വട്ടത്തിലേ നമുക്ക് കറങ്ങാൻ പറ്റുള്ളൂ. ഈ മഡ്ഗോൺ ചുറ്റിപ്പറ്റിയെ പോകാൻ പറ്റത്തില്ല. നമുക്ക് അങ്ങോട്ട് നോർത്ത് ഗോവയ്ക്ക് പോകാൻ പറ്റത്തില്ല, പാലോളിമിലേക്ക് പോകാൻ പറ്റത്തില്ല, എങ്ങും പോകാൻ പറ്റത്തില്ല. അവർ പറയും കുഴപ്പമില്ല ഈ പൊക്കോളാൻ പറയും. പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 10-20,000 രൂപയൊക്കെയാണ് ഫൈന്. അതുകൊണ്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റേ കറപ്പയിലും മഞ്ഞ ലെറ്ററുള്ള ബോർഡല്ലാണ്ട് ഒരു വണ്ടി, കാറാണേലും ബൈക്കാണേലും ഒന്നും, സ്കൂട്ടി ആണേലും ഒന്നും റെന്റിന് എടുക്കരുത്. റെന്റ് വണ്ടിയാണ് മറ്റേ ബ്ലാക്കിൽ യെല്ലോ ലെറ്റർ ഉള്ളത്, അത് മാത്രം എടുക്കാവുള്ളൂ. ബസ്സിൽ ടിക്കറ്റ് ഒന്നും ഇല്ല കേട്ടോ. 30 രൂപ എന്ന് പറയുന്നത്. എങ്ങോട്ട് ഇച്ചിരി ദൂരം കയറിയാലും 30 രൂപ. ഇപ്പൊ ഓട്ടോ വിളിച്ച് അങ്ങോട്ടെങ്കിലും പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം 100 രൂപ. ഇപ്പൊ നമ്മള് മഡ്ഗോവിൽ നിന്ന് കോൾവ വരെ വരുന്നതിന് 6 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഇന്ന് തിരിച്ചു പോകുന്നതുകൊണ്ട് ബൈക്ക് എടുത്തില്ല. നമ്മൾ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് റൂം എടുത്തേക്കുന്നത്. ബസ്സിന് കയറി വന്നു, ഒരു 3/4 മണിക്കൂർ എടുത്തു. പക്ഷെ അവൻ ലോകം മുഴുവൻ കറങ്ങി, അതിലെല്ലാം കറങ്ങി. ഒയ്യോ, നമ്മുടെ ഒരു ദിവസം മുഴുവൻ പോകും. അന്നേരം അവര് പറഞ്ഞു ഇപ്പൊ AC ബസ് ഇല്ലാന്ന് പറഞ്ഞു. ഞങ്ങളൊരു പ്രൈവറ്റ് കയറി സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അവിടെ AC ബസ് വന്നു. ഇനി ഇപ്പോഴെങ്കിലും AC ബസ് ഇല്ല, നിങ്ങൾ ഇതേ കയറി പൊക്കോളാൻ പറഞ്ഞു. അപ്പം നമ്മൾ വിചാരിച്ചു അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു അതേ കയറി ഒരു റൗണ്ട് ഇങ്ങോട്ട് കറങ്ങി വന്നപ്പോഴത്തേനും അപ്പുറത്ത് വേറെ AC ബസ് വന്നു കഴിഞ്ഞു. അതെ. പിന്നെ ഈ ഗൈഡായിട്ടും വണ്ടി കൊടുക്കാൻ നിൽക്കുന്നവരും അവർ എല്ലാം ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ സംസാരിക്കും. ബാക്കിയുള്ള ഇവിടുത്തെ കടയിലെ ആൾക്കാർ, വേറെ ആൾക്കാരെല്ലാം നടന്നു പോകുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആ കൊങ്ങിണി ഭാഷ അല്ലാണ്ട് ഒന്നും സംസാരിക്കില്ല. വഴിയും കൂടെ തെറ്റിക്കും. ഇന്ന് ഇപ്പം ഇങ്ങോട്ട് കോൾവായിലേക്ക് പോരാൻ തുടങ്ങിയപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഒരു ഓട്ടോക്കാരനെ ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ അവിടെ നിന്ന് ഓട്ടോ കൈ കാണിച്ച് നിർത്തി ബസ് സ്റ്റാൻഡിലോട്ട് പോകണമെന്ന് പറഞ്ഞു. എവിടെ പോകാനാന്ന് ചോദിച്ചാൽ കോൾവ ബീച്ചിലോട്ടാന്ന് പറഞ്ഞു. പുള്ളി പറയാം 300 രൂപ ഇങ്ങനെ കൊണ്ടുപോയി, ഇന്ന് ഞായറാഴ്ച ബസ്സിലെന്ന്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലെന്ന് പറഞ്ഞു, പൊക്കോന്ന് പറഞ്ഞു. അന്നേരത്തിന് പുള്ളി എന്നിട്ട് ഒരു റോഡ് സൈഡിൽ ഏതോ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് പറയാം ഇവിടെയാണ് കോൾവ ബസ് വരുന്നത്, ഇവിടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പം നമ്മളവിടെ ഇറങ്ങിയിരുന്നെങ്കിൽ നമ്മൾ അവിടെ നിൽക്കുകയുള്ളൂ. അതിലെ ബസ് വരുന്ന ഒരു വഴിയേ അല്ല, അതിലെ ഒരു ബസ് വരുന്ന വഴിയല്ല. എന്നിട്ട് നമ്മൾ ഓർക്കുമോ ശരിയാട്ടോ പുള്ളി പറഞ്ഞത് നേരായിരുന്നു, ബസ്സില്ലാന്ന് പറഞ്ഞ് നമ്മൾ അവിടുന്ന് നടന്നാലേ പുള്ളി കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴത്തേനും പിന്നെയും പുള്ളിക്ക് 300 രൂപ കൊടുത്ത് ബീച്ചിലോട്ട്. ഒന്നുമില്ല, ഏത് സമയത്ത് എല്ലാ സ്ഥലത്തോട്ടും ബസ്സുണ്ട്. മിനിമം ചാർജ് 30 രൂപയായിരുന്നു. നമുക്ക് എന്നാലും ബീച്ചിലോട്ട് പോകാം. ഈ ബീച്ചൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കണ്ടോ, കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട് അവിടെ. ബോട്ടിങ്ങും മറ്റേ സ്പീഡ് ബോട്ടും.
ഉണ്ട് കേട്ടോ, ഇതുപോലത്തെ ചെറിയ ബാറുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ. പക്ഷെ എല്ലാം കൊല്ലുന്ന വിലയാന്നേ ഉള്ളൂ. ഇവിടെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റിയുടെ റേറ്റൊക്കെ ഇവിടെ ഇങ്ങനെ എപ്പോഴും ജീപ്പിൽ ഈ ഗാർഡുമാർ ഇങ്ങനെ വരും കേട്ടോ. ഇവിടെ ഓരോരോ സ്ഥലങ്ങളുണ്ട്, ആണോ അവിടെ ആൾക്കാർ ഇറങ്ങിയേക്കുന്നത്. അവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ. ഇവിടെ ഒന്നും ആരും ഇറങ്ങുന്നില്ല, ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. പിന്നെ അങ്ങ് ദൂരെ ആണോ അവിടെ, പിന്നെ അവിടെയേ പറ്റുള്ളൂ. അതെ പാരച്ചൂട്ട്. ആ അടിപൊളി. അതേ പോന്നു, അതിന്റെ അറ്റം ആ ബോട്ടല്ല കേട്ടോ. ആഹാ അടിപൊളി കാണാൻ. ധൈര്യമുള്ളവർക്ക് കയറാം. ലാൻഡ് ചെയ്താണ്. ഒരു വള്ളിയൊക്കെ പൊട്ടിപ്പോയി കേട്ടോ. ചിങ്കും പൊന്നും കൂടെ ഉണ്ടാക്കിയ കൊട്ടാരമാണോ ഇത്? ആ മരിക്ക് മരിക്ക്. ഉണ്ടോ? ഇപ്പൊ രണ്ടുപേരുടെ ആ അയ്യോ ചിങ്കു പറഞ്ഞേട്ടാ, ജീവിതത്തിൽ കൊട്ടാരം പണിയാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഇപ്പൊ പണിയുവാണ്. ആണോ? അടിപൊളിയാണല്ലോ. ആ അടിപൊളി. ഇതെല്ലാം ഞങ്ങൾ അവിടുന്ന് മേടിച്ചോ കേട്ടോ, കലങ്ങോട്ട് ബീച്ചിൽ നിന്ന് വാങ്ങിച്ച ഈ സാധനങ്ങള്, ഈ ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ. അവിടെ നമ്മൾ രാത്രിക്ക് ഇരുന്ന് ചെയ്തു, ഇവിടെ വന്ന് പകലിരുന്ന് ചെയ്തു. പൊന്നുവാണ് ഇവിടെ മണ്ണപ്പം ചുട്ട് കളിക്കുക അല്ലേ പൊന്നു? കണ്ടോ, നല്ല രസമുണ്ടല്ലേ, അടിപൊളി. ആണോ? എനിക്ക് ആ കുന്നി കൈ കൊണ്ട് ഇങ്ങനെ വാരിയിട്ട അറിയോ, നിറച്ച് വാരിയിട് കൈക്ക്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പതുക്കെ തിരിക്കുക കേട്ടോ റൂമിലേക്ക്. വൈകിട്ടത്തെ ട്രെയിനിന് നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് ഞങ്ങൾ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിലെത്തി. 6ാമത്തെ പ്ലാറ്റ്ഫോമിലാട്ടോ നമുക്ക് പോകാനുള്ള വണ്ടി ഇതേ കിടക്കുന്നു. ഇവിടെ മൊത്തം 6 പ്ലാറ്റ്ഫോമേ ഉള്ളൂ. ഞങ്ങളാ ഫ്രണ്ടിൽ വന്നായിരുന്നു. ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങ് വരെ നടക്കണ്ടോ. അയ്യോ മടുത്തുനിന്ന് നടന്ന്. ഇത് എറണാകുളം എക്സ്പ്രസ് അല്ലേ? അതെ, ഇത് പണിതുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. ഈ പ്ലാറ്റ്ഫോം പണിതുകൊണ്ടിരിക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ നാട്ടിലെത്തി കേട്ടോ. അടിപൊളി യാത്രയായിരുന്നു, അടിപൊളി, സൂപ്പർ.